കണ്ണു ചിമ്മിയാൽ ആരംഭിക്കുന്ന ലോകമല്ലേ അത്? 20 കൊല്ലം 20 വർഷം ഞാൻ എന്റെ ശരീരത്തെ നിർബന്ധിപ്പിച്ച് ഇബാദത്ത് ചെയ്യിപ്പിച്ചു. 20 കൊല്ലമാണ് ഇബാദത്ത് ഞാൻ ശീലമാക്കിയെടുക്കാൻ സമയമെടുത്തത്. 20 കൊല്ലം. പിന്നീട് വന്ന 20 കൊല്ലം ഞാൻ ഇബാദത്ത് കൊണ്ട് ആനന്ദം കൊള്ളുകയായിരുന്നുവെന്ന് മഹാനായ ഈ മഹാൻ പറഞ്ഞിട്ടുണ്ട്. ഉത്ബത്തുൽ ഗുലാം തങ്ങൾ. 20 കൊല്ലത്രേ. നമ്മൾ റമദാനിലെ പരമാവധി ജമാഅത്ത് ശ്രദ്ധിച്ച് നിസ്കരിക്കാൻ തുടങ്ങുന്നത് അല്ലേ? ഒരു റമദാനിൽ 20 കൊല്ലം ഞാൻ എന്റെ ശരീരം കൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്റെ ശരീരത്തിന് ഇത് ഇഷ്ടമായിരുന്നില്ല. എന്നാൽ 20 കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരു 20 കൊല്ലം അള്ളാഹു എനിക്കതുകൊണ്ട് ആനന്ദം തന്നു എന്ന് ഉത്ബത്തുൽ ഗുലാം റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹാനും കരഞ്ഞ ചരിത്രമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാത്തൊരു കറാമത്ത് ചെയ്ത മഹാനാണിത്. ജീവിതത്തിന്റെ അവസാന കാലമെത്തിയപ്പോൾ ശരീരം തളർന്നു പോയിരുന്നു. അസ്വാബഹുൽ ഫാലജ്. ഫാലജ് എന്ന് പറയാ, പഴയ വാക്ക് എങ്ങനെയാണ്? ഫാലജ് എന്ന് പറഞ്ഞാൽ തളർച്ച. കൈകാലുകൾ പാരലൈസ് ആയി പോയിട്ട് എഴുന്നേൽക്കാൻ പറ്റാതെ, ഇരിക്കാൻ പറ്റാതെ വീട്ടുകാരെടുത്തു കൊണ്ടുപോകണം. അപ്പോഴാണ് അള്ളാഹുവിനോട് ദുആ ചെയ്തത്, അല്ലാഹുവേ 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 അതുലിക അഅദാഇ ഇൻദൽ വുദൂഇ വഇൻദസ് സ്വലാഹ്. അല്ലാഹുവേ എന്റെ കൈകാലുകളെ നീ മരവിപ്പിച്ചു കളഞ്ഞല്ലേ അല്ലാ, എഴുന്നേൽക്കാൻ കഴിയാതെ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, വുദൂ ചെയ്യാനും നിസ്കരിക്കാൻ പോകാനും എന്റെ കൈകാലുകൾക്ക് ആരോഗ്യം തിരിച്ചു നൽകണേ എന്ന് ചോദിച്ചപ്പോൾ നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ വുദൂ എടുക്കാനുള്ള വെള്ളത്തേരികത്തേക്ക് ഒറ്റക്ക് നടന്നു പോകും. എന്നിട്ട് നേരെ പള്ളിയിൽ പോകും. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് വീട്ടിന്റെ കട്ടിലിൽ ഇരിക്കുമ്പോഴേക്കും തളർന്നു പോകും. അങ്ങനെ ബാക്കിയുള്ള കാലം മഹാനവറുകൾ നിസ്കരിക്കാൻ വുദൂ എടുക്കാനും അല്ലാഹുവേ എന്റെ കൈകാലുകളുടെ തളർച്ച ഒഴിവാക്കി തരണമെന്ന് ചോദിച്ചപ്പോ ആ 2 നേരങ്ങളിൽ മഹാനവറുകളുടെ കൈകാലുകൾക്ക് അല്ലാഹു കഴിവ് കൊടുത്ത കറാമത്തുണ്ടായ മഹാനാണ് ഉത്ബത്തുൽ ഗുലാം റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് നമ്മളെ ചേർത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അബൂ സുലൈമാൻ അദ്ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവം ഇമാം ഇബ്നു കതീർ തങ്ങൾ ബിദായ വൻ നിഹായയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ അബൂ സുലൈമാൻ അദ്ദാറാനി എന്ന മഹാനായ പണ്ഡിതൻ അവർ പറയുമായിരുന്നു, ലികുല്ലി ഷൈഇൻ ഇൽം വഇൽമുൽ ഖുദ്ലാൻ തർകുൽ ബുകാഇ മിൻ ഖശിയത്തിർ റഹ്മാൻ. ലികുല്ലി ഷൈഇൻ ഇൽം. ഏതൊരു വിഷയം അറിയാനും ഇൽമുണ്ട്. ഏത് വിഷയം അറിയാനും അതിന്റെ ഒരു വിദ്യാഭ്യാസമുണ്ട്. എഞ്ചിനീയറിംഗ് പഠിക്കാൻ അതിന്റെ ഒരു സയൻസ് ഉണ്ട് അല്ലേ? മെഡിസിൻ അതിന്റെ ഭാഗമുണ്ട്. കെമിസ്ട്രിയും ബയോളജിയും പഠിക്കാൻ അതിന്റെ ഭാഗങ്ങളുണ്ട്. ബിസിനസ് പഠിക്കാൻ അതിന്റെ ഇൽമുണ്ട്. എന്നാൽ അറിയണേ, ഇൽമുൽ ഖുദ്ലാൻ, ഒരു മനുഷ്യൻ പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ എന്നറിയാനും ഒരു ഇൽമുണ്ടത്രേ. ഒരാള് പരാജയപ്പെട്ടിട്ടുണ്ടോ എന്നറിയാനും ഒരു ഇൽമുണ്ടത്രേ. ആ ഇൽമ് തർക്കുൽ ബുകാഇ മിൻ ഖശിയത്തിർ റഹ്മാൻ. കാരുണ്യവാനായ അല്ലാഹുവിനെ ഓർക്കുമ്പോ കണ്ണുകൊണ്ട് കരയാൻ കഴിയാതിരിക്കുന്നത് പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്നതിന്റെ ഇൽമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാനാണ് അബൂ സുലൈമാൻ അദ്ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മൾ എവിടെയാണെന്ന് ആലോചിച്ചു നോക്കുക. നമ്മൾ വിജയിച്ചവരിലാണോ? മൻ നജാതു യാ റസൂലല്ലാഹ് എന്ന് ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചു, വല്ല നബിയേ വിജയിക്കാൻ വല്ല മാർഗവുമുണ്ടോ? അംസിക അലൈക ലിസാനക വൽയസഅക ബൈതുക വബ്കി അലാ ഖതീഅതിക. നബി പറഞ്ഞു കൊടുക്കുന്നു, ഉഖബ നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കണേ. നിങ്ങളുടെ വീട് നിങ്ങൾ അടങ്ങി ഒതുങ്ങിയതിനകത്ത് കടന്നോളൂ, പുറത്തിറങ്ങണ്ട. വബ്കി അലാ ഖതീഅതിക, ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് കരഞ്ഞോളൂ ഉഖബ എന്ന് മഹാനായ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ? അങ്ങനെ ഒരു കരച്ചിൽ നമുക്ക് വരുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടതിന്റെ അടയാളമാണതെന്ന് മഹാനായ അബൂ സുലൈമാൻ അദ്ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല കരയുന്ന കണ്ണ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമ്മളും തമ്മിലുള്ള ബന്ധം ഓർക്കുമ്പോഴാ കരയാൻ കഴിയാ. കുറച്ചൊന്ന് കരയണം. ആളുകളുടെ മുമ്പിൽ വെച്ചല്ല, ഒറ്റക്കിരുന്ന് കരയണം.
ആളുകളുടെ മുമ്പിൽ വെച്ച് കരയുമ്പോൾ റിയാ ആയി പോകും. ആളുകൾ കാണാൻ വേണ്ടി കരച്ചിൽ വന്നു പോകുന്നതിനെ കുറിച്ചല്ല. ആളുകളുടെ മുമ്പിലല്ല കരയേണ്ടത്, വീട്ടുകാര് കാണയല്ല കരയേണ്ടത്. നിങ്ങളും പടച്ചവനുമല്ലാതെ മറ്റാരും കാണാത്തൊരിടത്ത് വെച്ച് അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞാൽ ആളെ അർശിന്റെ തണൽ തരുമെന്നല്ലേ പറഞ്ഞത്, നരകം തൊടില്ലെന്നല്ലേ പറഞ്ഞത്. അതിനെന്താ ഇത്ര പ്രയാസം? ഖൽബ് കൊണ്ട്, നമ്മുടെ ഖൽബ് കൊണ്ട് ചെയ്യുന്ന അമലാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു ആദരിച്ചതെന്ന് ഓർത്തു നോക്കണേ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ നിബിതങ്ങൾ ഹൽ അറദൽ ഖുർആന അലാ ശൈഖിൻ, നിബിതങ്ങൾ ഏതെങ്കിലും ഒരാൾക്ക് ഖുർആൻ തങ്ങൾ അങ്ങോട്ട് ഓതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കാന അബ്യദൽ ജസദി, ശരീരം വെളുത്തിട്ടായിരുന്നു. അബ്യദൽ ലിഹ്യതി വറഅസി, മഹാനവരുടെ തലയും താടിയും വെളുത്തതായിരുന്നു. അബ്യദൽ തൗബി, വസ്ത്രവും എപ്പോഴും വെളുത്തതായിരുന്നു. കാന നൂറൻ അലാ നൂർ, പ്രകാശത്തിന് മേൽ പ്രകാശമെന്ന് സ്വഹാബിമാര് പോലും പറഞ്ഞിട്ടുള്ള സ്വഹാബിയാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. ഖുർആൻ ഓതുന്നത് കൊണ്ട് അല്ലാഹു കൊടുത്ത മഹത്വമാണ് മുഅ്മിനേ ഇത്. ഖുർആൻ നിരന്തരമായി മനോഹരമായി ഓതിയിരുന്ന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ ഹാഫിളാണ്, ഖുർആനിന്റെ മാഹിറാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. മുത്തുനബി തങ്ങളാ വീട്ടിലേക്ക് കയറി വരുന്നത്, ഹബീബായ നബി തങ്ങൾ കടന്നു വരുന്ന ആ വീടിന്റെ ഒരു മഹത്വമേ, ആ വീട്ടുകാരന്റെ ഒരു പുണ്യമേ. തങ്ങൾ ചോദിച്ചു, നബി തങ്ങളോട് ചോദിച്ചു, നബിയേ എന്താ ഹബീബേ അങ്ങ് ഈ നേരത്ത് കടന്നു വരാൻ കാരണം? അമറനില്ലാ, അല്ലാഹു എന്നോട് പറയുന്നു, ഉബയ്യേ നിങ്ങൾക്ക് സൂറത്തുൽ ബയ്യിന ഓതിത്തരണമെന്ന് അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉബയ്യേ അലം യഅനിലില്ലദീന കഫറൂ മിൻ ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. ലം യകുനില്ലദീന എന്ന സൂറ നിങ്ങളോട്, നിങ്ങൾക്ക് ഞാൻ ഓതിത്തരണമെന്ന് അല്ലാഹു എന്നോട് പറഞ്ഞു ഉബയ്യേ, അതുകൊണ്ട് വന്നതാണ്. ഉബയ്യ് തങ്ങൾക്ക് വിശ്വസിക്കാൻ വലിയ പ്രയാസം. ഹബീബായ നബി തങ്ങൾ കൊണ്ടുവരുന്ന ഈ സന്തോഷത്തിന് മാത്രം താനുണ്ടോ എന്ന ഭയപ്പാടാണ്. നബി തങ്ങൾ പറയുന്ന സിദ്ഖുൻ ഹഖ്ഖുൻ, അത് സത്യമാണ്. എന്നാൽ ചോദിച്ചു, അസ്സമാനില്ലാഹ്, നബിയേ എന്റെ പേര് അല്ലാഹു പറഞ്ഞോ നബിയേ? അല്ലാഹു സമ്മാനി ലക ഇൻദ വഖദ് ദുകിർതു ഇൻദ റബ്ബിൽ ആലമീൻ. നബിയേ ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ മുമ്പിൽ എന്റെ പേര് അല്ലാഹു, എന്റെ രക്ഷിതാവിന്റെ മുമ്പിൽ ഉബയ്യിന്റെ പേര് പറയപ്പെട്ടോ നബിയേ? എന്റെ പേര് അല്ലാഹു അങ്ങയോട് പറഞ്ഞോ നബിയേ? നബിതങ്ങൾ പറഞ്ഞു, നഅം ഉബയ്യേ, നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് സൂറത്തുൽ ബയ്യിന ഓതിത്തരണമെന്ന് അല്ലാഹു പറഞ്ഞു ഉബയ്യേ. ഫജഅല ഉബയ്യുൻ യബ്കി, ആ സന്തോഷം കൊണ്ട് കരഞ്ഞിട്ടുണ്ട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു നൽകുന്ന ഒരു മഹത്വം കണ്ടപ്പോൾ കരയുകയാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല. വിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ നിരന്തരം കരഞ്ഞിരുന്ന ഒരു മഹാന് സന്തോഷത്തിന്റെ കണങ്ങളാൽ കരച്ചിൽ വന്ന രംഗമായിരുന്നു അത്. അല്ലാഹുമ്മ ജഅൽനാ താലീന ലികിതാബിക മുഅ്മിനീന ബികലാമിക വമുഖീമീന ലിഹുദൂദിക യാ റബ്ബൽ ആലമീൻ. പടച്ചവനെ നിന്റെ കലാം ഓതുകയും അതനുസരിച്ച് ജീവിക്കുകയും അതിന്റെ അഹ്കാമുകൾ ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ പെടുത്തേണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മൂന്ന് സ്വഹാബിമാരാണ് തബൂക്ക് യുദ്ധത്തിലേക്ക് പോകാൻ കഴിയാതിരുന്നത്. തബൂക്ക് യുദ്ധത്തിലേക്ക് പോകാൻ കഴിയാതിരുന്ന 3 സ്വഹാബിമാരുണ്ട്. മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, മഹാനായ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു, അവരുടെ കൂട്ടുകാരൻ 3 പേര് മുറാറത്ത് ഇബ്നു റബീഅ, ഹിലാൽ ഇബ്നു ഉമയ്യ, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹും. ഈ 3 മഹാന്മാർ സ്വഹാബികളാണ്. തെറ്റ് ചെയ്തതല്ല. തബൂക്ക് യുദ്ധത്തിലേക്ക് നബിതങ്ങളും സ്വഹാബികളും ചൂടുള്ള കാലാവസ്ഥയിൽ പോകുമ്പോ ഒന്ന് വൈകുന്നേരമായാൽ പോകാം, നബിതങ്ങളും സ്വഹാബികളും പോകട്ടെ, നമുക്ക് പിന്നാലെ പോകാം. വൈകുന്നേരമായി
രാത്രിയായില്ലേ, നേരം വെളുത്തിട്ട് പോകാം, പിന്നെ ഉച്ചയായില്ലേ, അങ്ങനെ നീണ്ടുപോയി. ഒരിക്കലും ഹബീബായ നബി തങ്ങളെയും സ്വഹാബിമാരെയും ഇനി കൂടെ പോയാൽ കാണില്ലെന്ന് പേടിച്ച് മദീനയിൽ തങ്ങിയ 3 പേരെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശരിക്കും അവർക്കൊരു പാഠം പഠിപ്പിച്ചു കൊടുത്തു. وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت. ആരും ഈ 3 പേരോടും മിണ്ടാൻ പാടില്ലെന്ന് നബി തങ്ങൾ നിയമമിറക്കി. 50 ദിവസം ഇവരോട് ആരും മിണ്ടരുത്. ഹിലാൽ ഇബ്നു ഉമയ്യ തങ്ങളും മുറാറത്ത് ഇബ്നു റബീഅ എന്നവരും വീട്ടിൽ പോയിരുന്നു. കഅബ് ഇബ്നു മാലിക് എന്നവർ അങ്ങാടിയിലൂടെ ഇറങ്ങി നടന്നു. എല്ലാവരോടും സലാം പറയും, ആരും സലാം അടക്കൂല. കഅബ് തങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങളെപ്പോലെ യുദ്ധത്തിന് വരാതിരുന്ന കപട വിശ്വാസികൾ റസൂലുള്ളാഹിനോട് നുണ പറഞ്ഞു. നബി തങ്ങൾ അത് സ്വീകരിച്ചു. ഞങ്ങൾക്ക് നുണ പറയാൻ തോന്നിയില്ല, ഞങ്ങൾ സത്യം പറഞ്ഞു. അതിന്റെ പേരിൽ ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ടു. എന്നാലും അത് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ശിക്ഷയാണ്, ഞങ്ങളത് സഹിച്ചു. ഞാൻ എന്റെ കൂട്ടുകാരൻ, എന്റെ ഇബ്നു അമ്മി, എന്റെ പിതൃ സഹോദരപുത്രൻ അബൂ ത്വൽഹയെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, അബൂ ത്വൽഹ, എന്താ നിങ്ങൾ ആരും ഞങ്ങളോട് സലാം അടക്കാത്തത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഈ നിങ്ങളോട് അല്ലാഹുവിന്റെ വഹി വരുന്നവരെ മിണ്ടാൻ പാടില്ലെന്ന്. അബൂ ത്വൽഹ, ഉൻഷിദുക ബില്ലാഹ്, അബൂ ത്വൽഹ, അല്ലാഹുവിനെ വിചാരിച്ച് ഞാനൊന്ന് ചോദിച്ചോട്ടെ. അബൂ ത്വൽഹ, ഹൽ തഅലമു അന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും ഇത്രമേൽ സ്നേഹമുള്ള ആളാണ് ഞാനെന്ന് നിങ്ങൾക്കറിയൂലേ അബൂ ത്വൽഹ? അബൂ ത്വൽഹ തങ്ങൾ മറുപടി കൊടുക്കുന്നില്ല. രണ്ടാമതും ചോദിച്ചു, നിങ്ങൾക്കറിയൂലേ എനിക്ക് അല്ലാഹുവിനോടും റസൂലിനോടും ഇഷ്ടമാണെന്ന്? അബൂ ത്വൽഹ തങ്ങൾ മറുപടി കൊടുക്കുന്നില്ല. മൂന്നാമത്തെ തവണയും ചോദിച്ചപ്പോ പറഞ്ഞു അബൂ ത്വൽഹ തങ്ങൾ, അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവിനും റസൂലിനും അറിയാം. വല്ലാണ്ടങ്ങ് വിഷമിച്ചു പോയി. അല്ലാഹുവിന്റെ ഭൂമി എത്രമേൽ വിശാലമാണെങ്കിലും ഹൃദയമങ്ങ് ഞെരുങ്ങിപ്പോയി. ഭൂമിയുടെ സർവമാന വിശാലതയുമുള്ളതിനോടൊപ്പം ആ ഭൂമി ലോകം അവർക്ക് മുമ്പിൽ ചുരുങ്ങിപ്പോയ പോലെ ആരും മിണ്ടുന്നില്ല, ആരും സംസാരിക്കുന്നില്ല. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഈ 3 പേരും അവരവരുടെ ഭാര്യമാരുടെ കൂടെ കഴിയാനും പാടുള്ളതല്ല. അപ്പൊ പ്രായമുള്ള സ്വഹാബിയാണ് ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു. അവരുടെ ഭാര്യ വന്ന് ചോദിച്ചു, നബിയേ, ഹിലാൽ ഇബ്നു ഉമയ്യയുടെ കൂടെ ഞാനൊന്ന് നിന്നോട്ടെ, എന്റെ ഭർത്താവിന്റെ കൂടെ അങ്ങ് സമ്മതം നൽകുമോ? ഹിലാൽ ഇബ്നു ഉമയ്യ പ്രായമുള്ള ആളല്ലേ, അവർക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കാൻ. പിന്നെ എന്റെ ഭർത്താവ് ഹിലാലിന് എന്നിലൊരു വൈകാരികമായ തോന്നലോ ഒരു വികാരമോ ഒന്നും എന്റെ ഭർത്താവിനുണ്ടാകില്ല നബിയെ, ഞാൻ ഖിദ്മത്ത് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, നിനക്ക് നിന്റെ ഭർത്താവിന്റെ കൂടെ താമസിക്കാം. അപ്പൊ ആളുകൾ വന്ന് ചോദിച്ചു, കഅബേ, നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾക്കൊന്ന് പറയിച്ചുകൂടെ നബി തങ്ങളോട്? കഅബ് തങ്ങൾ പറഞ്ഞു, ഞാൻ ചെറുപ്പക്കാരനല്ലേ, എന്റെ റസൂൽ എന്താണതിന് മറുപടി പറയുക എന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിക്കൂല. പെണ്ണേ, ഇൽഹഖീ ബി അഹ്ലികി, നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ, അല്ലാഹു ഒരു തീരുമാനം ഇറക്കുന്നവരെ ഞാൻ ഒറ്റക്ക് നിന്നുകൊള്ളാം. അങ്ങനെ നാനാ ഭാഗത്തു നിന്നും ഒറ്റപ്പെട്ടു പോയ ഒരു നേരം കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, 50 ദിവസം കഴിഞ്ഞു, നാട്ടുകാരും മിണ്ടുന്നില്ല, ആരും സലാം പറയുന്നില്ല. ഞാൻ എന്റെ വീടിന്റെ മട്ടുപ്പാവിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു കൂട്ടം സ്വഹാബിമാർ ഓടി വരികയാണ്. യാ കഅബ്, യാ കഅബ്, കഅബേ അബ്ശിർ, അബ്ശിർ യാ കഅബ്, കഅബേ സന്തോഷിച്ചോളൂ കഅബേ, അൻസലല്ലാഹു ഫീക ആയ, നിങ്ങളെക്കുറിച്ച് അല്ലാഹു ആയത്തിറക്കിയിരിക്കുന്നു, സൂറത്തു തൗബ. വഅല الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت وضاقت عليهم أنفسهم وظنوا أن لا ملجأ من الله إلا إليه ثم تاب الله عليهم. ഈ 3 പേരുടെയും പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. ലിയതൂബൂ ഇന്നല്ലാഹ ഹുവ തവ്വാബുർ റഹീം.
മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു ഓടി ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങൾ പറഞ്ഞു, അബ്ശിർ ബിഖൈരി യൗമിൻ ത്വലഅത് അലൈക, അബ്ശിർ ബിഖൈരി യൗമിൻ ത്വലഅത് അലൈക അശ്ശംസ് മുൻദു വലദത്ക ഉമ്മുക യാ കഅബ്. കഅബേ, ഉമ്മ പ്രസവിച്ച നാൾ മുതൽ ഇന്നേ വരേക്കും സൂര്യൻ ഉദിച്ച നാളുകളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസമാണ് കഅബേ നിങ്ങളുടെ ഈ ദിവസം. അല്ലാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു. 50 ദിവസം കരഞ്ഞ കരച്ചിലാണ്, 50 ദിവസം കരഞ്ഞ കരച്ചിലാണ് ഈ തൗബയുടെ ആയത്തിറങ്ങാൻ. കാരണം ഇത് സൂറത്ത് തൗബയിലാണ് ഈ ആയത്ത്, 118ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബ് ഇബ്നു മാലിക് എന്നവരുടെയും 2 കൂട്ടുകാർ ഹിലാൽ ഇബ്നു ഉമയ്യ, മുറാറത്ത് ഇബ്നു റബീഅ, ഈ 3 പേരുടെയും കരച്ചിലിന് അല്ലാഹു ഉത്തരം കൊടുത്തുകൊണ്ട് പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. അല്ലാഹു പറയുന്നു, ഇവരുടെ പശ്ചാത്താപം ഞാൻ സ്വീകരിച്ചു. അല്ലാഹു കഴുകി ശുദ്ധിയാക്കി. അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബല, പശ്ചാത്തപിച്ചു മടങ്ങിയാൽ പിന്നെ ആ ഒരു തെറ്റ് ചെയ്യാത്ത പോലെയല്ലേ. അല്ലാഹു കഴുകി തുടച്ചു. 50 ദിവസത്തെ കണ്ണുനീരുകൾക്ക് അല്ലാഹു നൽകിയ പ്രതിഫലം മഹാനായ കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ മുഅ്മിനേ മഹാനായ അബൂ സുലൈമാൻ ഉദ്ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, ഇത് വല്ലാതെ നമ്മൾ ചിന്തിപ്പിക്കേണ്ട ഒരു വചനമാണ്. മുൻഗാമികളുടെ വാക്കുകൾ വളരെ വല്ലാത്ത അർത്ഥഗർഭമായത്. ലൗലം യബ്കിൽ ആഖിലു ഫീമാ മളാ മിൻ ഉംരിഹി ഇല്ലാ അലാ തഫ്വീതി മാ മളാ മിൻ ഉംരിഹി ഫീ ഗൈരി ത്വാഅ ലകാന ഖലീഖൻ അൻ യുഹ്സിനഹു ദാലിക ഇലൽ മമാത്. എന്തിനാണ് കരയേണ്ടതെന്നറിയോ? കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ തെറ്റിനെ കുറിച്ചല്ല. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നന്മ ചെയ്യാൻ കഴിയുമായിരുന്ന നേരം, 1 പേജ് ഖുർആൻ ഓതാൻ കഴിയുമായിരുന്ന നേരത്തെ 10 പേജ് ഫേസ്ബുക്ക് വെറുതെ വായിച്ചിരുന്നതിനെ കുറിച്ച് ഓർത്ത് ചിന്തിക്കുമ്പോ, 1 പേജ് ഖുർആൻ ഓതാൻ കഴിയുമായിരുന്ന നേരം വെറുതെ ആരൊക്കെയോ വിട്ട വോയിസ് കേൾക്കാൻ വേണ്ടി 8ഉം 10ഉം 15ഉം മിനിറ്റ് ചെലവഴിച്ചത് ഓർക്കുമ്പോ, കഴിഞ്ഞ കാലങ്ങളിൽ നന്മ ചെയ്യാൻ കഴിയുമായിരുന്ന നേരം നന്മ ചെയ്യാൻ സാധിക്കാതെ പോയല്ലോ എന്ന് ഓർത്തുകൊണ്ട് കരയുകയാണെങ്കിൽ തന്നെ ഒരു ബുദ്ധിമാനി മരണം വരെ കരയേണ്ടി വരും. പിന്നെയല്ലേ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത്. കഴിഞ്ഞ കാലങ്ങളിൽ നന്മ ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നോർത്തുകൊണ്ട് ഒരു ബുദ്ധിമാന് കരയുകയാണെങ്കിൽ ലബകാ മിൻ ഉംരിഹി ഇലൽ മമാത്, മരണം വരെ കരയണമത്രേ. കഴിഞ്ഞ കാലങ്ങളിൽ നന്മ ചെയ്യാൻ കഴിയാതെ പോയ നേരങ്ങൾ ഓർക്കുമ്പോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ വന്ന അബദ്ധങ്ങളും തെറ്റുകളും ഓർത്ത് നമ്മൾ എത്രയാ കരയേണ്ടത്? അല്ലാഹുമ്മ ഗ്ഫിർ ലനാ, പടച്ചവനെ നിങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ, അല്ലാഹു ഞങ്ങൾക്ക് മാപ്പ് തരണേ റബ്ബേ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്ന മഹാനവറുകളുടെ വാക്കുണ്ട്. ഇമാം ദാരിമി തങ്ങളുടെ സുനനിൽ ഉദ്ധരിച്ചിട്ടുണ്ട് സ്വഹീഹായ സനദോടുകൂടെ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, സയബിലൽ ഖുർആനു ഫീ സുദൂരി അഖ്വാമിൻ, ചില ആളുകളുടെ മനസ്സിൽ നിന്ന് അല്ലാഹു ഖുർആൻ എടുത്തു കൊണ്ടുപോകും. ഫയതഹാഫതു കമാ യതഹാഫതു ഥൗബ്, വസ്ത്രം നുരുമ്പി ഇല്ലാതെയാകുന്ന പോലെ വിശുദ്ധമായ ഖുർആൻ ഇല്ലാതെയായി മാറുമത്രേ. എങ്ങനെയാണെന്നറിയത്? യഖറഊനഹു ലാ യജിദൂന ലഹു ശഹ്വതൻ വലാ ലദ്ദ, ഖുർആൻ ഓതുന്നുണ്ട്, ആ ഖുർആനിന്റെ ഒരു മധുരിമയോ രസമോ കിട്ടാതിരിക്കുക. ഖുർആൻ ഓതുമ്പോ എവിടെയാ അവസാനിക്കുന്നത്? അവസാനത്തെ പേജ് എവിടെയാണ്? ഈ സൂറത്ത് ജുസ് എപ്പോഴാ അവസാനിക്കുന്നത്? ലാ യകുൻ ഹമ്മു അഹദികും ആഖിറസ് സൂറ. സ്വഹാബിമാർ പറയും, നിങ്ങൾ ഖുർആൻ ഓതുമ്പോ ഇത് തീരാൻ ഇനി എത്ര പേജ് ഉണ്ടെന്ന് നോക്കരുത്, ഇതിന്റെ അവസാനത്തെ ആയത്ത് എവിടെയാണെന്നല്ല നോക്കേണ്ടത്, ആസ്വദിച്ചോതേണ്ടതല്ലയോ ഖുർആൻ. നമുക്ക് അല്ലാഹു നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഖുർആൻ എടുത്തു നോക്കണം. നമുക്ക് അല്ലാഹുവിനോട് അങ്ങോട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വുളു എടുത്ത് നിസ്കരിക്കണം. നമ്മൾ അല്ലാഹുവിനോട് നിസ്കരിക്കുന്നത് റബ്ബിനോട് സംസാരിക്കലാണ്. അള്ളാന്റെ ഖുർആൻ എടുത്ത് ഓതുന്നത് അള്ളാന്റെ സംസാരം ഇങ്ങോട്ട് കേൾക്കലല്ലേ. ഇങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയ ഉമ്മത്ത് അള്ളാഹുവിന്റെ കലാമെല്ലാം പൂട്ടിവെച്ചിട്ട് എന്തൊക്കെയോ ആരൊക്കെയോ എഴുതി വിടുന്നത് വായിച്ച് മുതഅല്ലിമീങ്ങളും സാധാരണക്കാരും പണ്ഡിതന്മാരും പാമരജനങ്ങളും മുഴുവൻ അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് അകന്നുപോയില്ലേ?